കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദാംശങ്ങൾ തേടി ദേശീയ വനിതാ കമ്മീഷൻ. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കമ്മീഷന് കൈമാറണമെന്ന് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. മുകേഷിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച ജഡ്ജിയെ മാറ്റണമെന്ന് അനിൽ അക്കരെ ആവശ്യപ്പെട്ടു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ദേശീയ വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണിക്കൂറിലെ വിവരം. എന്തൊക്കെ വിശദാംശങ്ങളാണ് കമ്മീഷൻ തേടിയിട്ടുള്ളത്? ഒപ്പം അനിൽ അക്കരയുടെ പരാതി അത് എങ്ങനെ പരിഗണിക്കപ്പെടുമെന്നാണ് കരുതുന്നത്? ആജ്ഞയിലേക്ക് എത്താം. രണ്ട് പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ദേശീയ വനിതാ കമ്മീഷൻ ഹെമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ആ വിഷയത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ ഇടപെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. നമുക്കറിയാം, കേരളത്തിന്റെ മാതൃക പിന്തുടരണമെന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ആവശ്യമുയരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. ആ നിലയിൽ ദേശീയ തലത്തിൽ തന്നെ വിഷയം ചർച്ചയാകുന്നു. ഈ ഘട്ടത്തിലാണ് വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നത്. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകണമെന്ന നിർദ്ദേശമാണ് ചീഫ് സെക്രട്ടറിക്ക് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, അനിൽ അക്കരയുടെ പരാതിയാണ്. മുകേഷിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച ജഡ്ജിയെ മാറ്റണമെന്നാണ് അനിൽ അക്കരെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം എന്ന ഒരാവശ്യം അനിൽ അക്കര ഉയർത്തുന്നത്. 5 ദിവസത്തേക്ക് മുകേഷിന്റെ അറസ്റ്റ് തടഞ്ഞ നടപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു വിവരങ്ങളുമായി. ആജ്ഞ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രേണുക, അനിൽ അക്കരയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ മുകേഷിന്റെ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്ന ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുമെന്ന് തന്നെയാണ് അനിൽ അക്കരെ വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിസ് ഹണി വർഗീസ് ആണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് എന്നാണ് അറിയുന്നത്. ഇത് തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസുമായി ബന്ധപ്പെട്ട എം എം വർഗീസിന്റെ മകളാണ് എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടി CPM ബന്ധം CPM ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകും, പാർട്ടി തലത്തിലുള്ള ഇടപെടൽ ഈ കേസിൽ ഉണ്ടാകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇങ്ങനൊരു ഹർജിക്ക് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേണുക, ശരി. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അനിൽ അക്കരയാണ് ഇങ്ങനെ ഒരു പരാതി ഉയർത്തിയിരിക്കുന്നത്. അനിൽ അക്കരയുടെ പരാതി മുകേഷിന്റെ ജാമ്യ ഹർജി പരിഗണിച്ച ജഡ്ജിയെ മാറ്റണമെന്നുള്ളതാണ്. അത് CPMവുമായുള്ള ബന്ധം ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ആവശ്യമാണ് അനിൽ അക്കര ഉയർത്തുന്നത്. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ദേശീയ വനിതാ കമ്മീഷൻ വിഷയത്തിൽ ഇടപെടുന്നു എന്നതിന്റെ വിശദാംശങ്ങൾ രഞ്ജിത്ത് നൽകും. രഞ്ജിത്ത്, ദേശീയ വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം നൽകണം എന്ന ഒരു ആവശ്യമാണ് ചീഫ് സെക്രട്ടറിക്ക് മുന്നിൽ ദേശീയ വനിതാ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അതിന്റെ പ്രാധാന്യം എത്രമാത്രമാണ്? ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം പുറത്തുവിടുന്നത് സംബന്ധിച്ച് ഒരുപാട് അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയാണ്. കോടതി വിഷയം പരിഗണിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെ കാണണം ഈ ഇടപെടലിനെ? തീർച്ചയായും രേണുക, അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഹൈക്കോടതി ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപമല്ല പുറത്തു വന്നത്. ചില പേജുകൾ ഒഴിവാക്കി, അതായത് സംശയിക്കപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട താരങ്ങളുടെ അടക്കം അത് പുറത്തു വന്നതിന്റെ എത്രയോ ഇരട്ടി കാര്യങ്ങൾ ഇനി പുറത്തു വരാനുണ്ട് എന്നുള്ള സൂചനകൾ തന്നെ നിലനിൽക്കെ ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ കൂടി ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം വേണം എന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശിക്കുന്നത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. കോടതിക്ക് മുന്നിൽ എന്തായാലും സീൽ വെച്ച കവറിൽ ഈ റിപ്പോർട്ട് പൂർണ്ണരൂപം നൽകേണ്ടി വരും. അതിനൊപ്പമാണ് ഇത് ഈ തരത്തിൽ വനിതാ കമ്മീഷന് റിപ്പോർട്ട് കൈമാറുക എന്ന പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അതേറെ നിർണായകമാണ്. BJP വക്താവ് സന്ദീപ് വാചസ്പതിയാണ് ഇത്തരത്തിൽ ഒരു ആവശ്യം ദേശീയ വനിതാ കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത്. തുടർന്നാണ് ഇപ്പോൾ ഒരു ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയും ആ തരത്തിലുള്ള നിർദ്ദേശം ദേശീയ വനിതാ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്ത് ഇനി ചീഫ് സെക്രട്ടറി, പ്രത്യേകിച്ച് കേരള സർക്കാർ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. അധികാരമുള്ള ഒരു ഏജൻസി തന്നെയാണ് വനിതാ കമ്മീഷൻ, നമുക്കറിയാം. അത്തരത്തിൽ ആവശ്യപ്പെട്ടാൽ അത് സർക്കാരിന് ആ റിപ്പോർട്ട് നൽകേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നിയമവൃത്തങ്ങളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി അല്ലാതെ മറ്റൊരു ഏജൻസിയുടെ കയ്യിലൂടെ
കയ്യിൽ കൂടി ഈ റിപ്പോർട്ട് എത്തുക എന്നുള്ളത്, ഈ റിപ്പോർട്ട് ഒരുപക്ഷെ കൂടുതൽ പുറത്തു വരാനും അതുമായി ബന്ധപ്പെട്ടതിന്റെ ഇതുവരെ പുറത്തു വരാതിരുന്ന കണ്ടന്റുകൾ കൂടുതലായി മനസ്സിലാക്കാനും നടപടി സ്വീകരിക്കാനും മറ്റുമുള്ള ഒരു വഴിയിലേക്ക് എത്തും എന്ന് വേണം കരുതാൻ. അത്രത്തോളം രഞ്ജിത്ത്, ഈ വിഷയത്തിൽ ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ ഇനിഷ്യേറ്റീവിലാണ് ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്, ഈ പഠനം നടത്തുന്നത്, അതിനുശേഷം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ നടപടികൾ വൈകുന്നു എന്നത് ചൂണ്ടിക്കാട്ടിയൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പല വിധത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട്. ആരോപണ വിധേയർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. നമുക്കറിയാം BJP ശക്തമായി പ്രതിഷേധ രംഗത്തുള്ള പാർട്ടി തന്നെയാണ് സംസ്ഥാനത്ത്. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ ഇടപെടൽ ഇതിൽ വരുത്തുന്നതിൽ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയം നമുക്ക് കാണേണ്ടതുണ്ടോ? മുകേഷിന്റെ രാജി ആദ്യം മുതൽ തന്നെ ശക്തമായി ആവശ്യപ്പെട്ട പാർട്ടി BJP ആയിരുന്നു. കാരണം കോൺഗ്രസിന് ഈ വിഷയത്തിൽ രണ്ട് നിലപാടുണ്ട്. ഒന്ന്, അവരുടെ രണ്ട് പ്രധാനപ്പെട്ട MLA-മാർ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കേസിൽ അകപ്പെട്ടവരാണ്. നേരത്തെ CPM-ന്റെ ഒരു വാദം എന്ന് പറയുന്നത് ഈ രണ്ട് MLA-മാർ രാജിവെച്ച ശേഷം മാത്രം മുകേഷ് രാജിവെക്കട്ടെ എന്നുള്ള തരത്തിലായിരുന്നു വാദം. പക്ഷെ അതിനൊക്കെ CPM പുറകോട്ട് പോയി. കൂടുതൽ നേതാക്കൾ രാജി ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് എങ്കിൽ കൂടി. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് രണ്ട് മനസ്സായിരുന്നു ആദ്യം മുതൽ തന്നെ ഈ വിഷയത്തിൽ മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ പൊതുവികാരം ഈ നടന്മാർക്കെതിരായി വരുന്ന പശ്ചാത്തലത്തിലാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസ് അടക്കം ഈ ആവശ്യം ശക്തമായി ഉന്നയിച്ചത്. പക്ഷെ BJP ആദ്യം മുതൽ തന്നെ, BJP-യിലും നമുക്കറിയാം സുരേഷ് ഗോപി ആദ്യഘട്ടത്തിൽ മുകേഷിനെ പിന്തുണയ്ക്കാൻ ശ്രമിച്ചു. പിന്നീട് അത് സുരേന്ദ്രൻ അത് തിരുത്തുകയും മുകേഷ് രാജിവെക്കണം എന്ന് തന്നെ ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യുവമോർച്ചയുടെ പ്രതിഷേധം കൊല്ലത്തെ മുകേഷിന്റെ വീടിന് മുന്നിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ BJP കേന്ദ്ര തലത്തിലുള്ള ഒരു ഇടപെടൽ കൂടി ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ആ തലത്തിൽ ദേശീയ മാധ്യമങ്ങളിൽ പോലും വലിയ ചർച്ചയാണ് കേരളത്തിലെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നടപടികളും മറ്റും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യം തുടരുക രഞ്ജിത്ത്. ഇപ്പോൾ